ഹലോ, അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ 2 ഡ്രീം കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പോൾ ഇതുണ്ടാക്കുന്ന റെസിപ്പി നമുക്ക് കണ്ടാലോ. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: 4 മുട്ട, പാല്, മൈദപ്പൊടി, സൺഫ്ലവർ ഓയിൽ, പഞ്ചസാര പൊടിച്ചത്, കോൺഫ്ലവർ പൊടി, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിഞ്ചുപ്പ്, വാനില എസൻസ്. 250 മില്ലിൻ്റെ ഒരു കപ്പ് എടുത്ത് അതിലേക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, കോൺഫ്ലവർ പൊടി, പിന്നെ മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വടിച്ച് തരിച്ചെടുക്കേണ്ടതാണ്. കട്ട കൂടാതെ തന്നെ നമുക്കിതൊന്ന് തരിച്ചെടുക്കാം. 3 പ്രാവശ്യം നമുക്കിതൊന്ന് തരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുമാതിരി ആയിട്ടുണ്ട്. അതിനുശേഷം 4 മുട്ട എടുത്ത് ഇതിൻ്റെ വൈറ്റ് പോർഷനും യെല്ലോ പോർഷനും വേറെ ആക്കിയെടുക്കാം കേട്ടോ. വൈറ്റ് പോർഷനിലേക്ക് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഈ ഒരു പരുവാകണം കേട്ടോ. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് യെല്ലോ പോർഷൻ എടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ആയിട്ട് നമ്മളൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. കട്ട കൂടാതെ നമുക്കൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. ക്രീമിൻ്റെ പരിവാവുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കട്ടയാവാനും പാടില്ല, നന്നായി ലൂസ് ആവാനും പാടില്ല കേട്ടോ. അതിന് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ പാലും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഇളക്കാം. അതിനുശേഷം കേക്ക് നമ്മൾ വൈറ്റ് പോർഷൻ ഒന്ന് ഇതിലേക്കൊന്ന് കുറേശ്ശായിട്ട് നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കട്ട കൂടാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കേക്ക് ടീനിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കത്തിച്ച ശേഷം നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. ഇരുപത് മിനിറ്റോളം നമ്മളിതൊന്ന് കുക്കാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളുടെ സ്പഞ്ചും നേരായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ക്രീമിലേക്ക് 3 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത ശേഷം ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആഡ് ചെയ്ത ശേഷം നമുക്ക് കുറച്ചും കൂടെ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ആവശ്യത്തിന് സ്പഞ്ച് വെച്ച ശേഷം നമ്മൾ പാലും അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് സിറപ്പ് ഉണ്ടാക്കി നമുക്ക് സ്പഞ്ചിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ക്രീം നമ്മളുടെ ഈ ഒരു കേക്കിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ചോക്ലേറ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓയിൽ ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യും, എല്ലായിടത്തും കൂടെ ആക്കുന്നുണ്ട്. എന്നിട്ട് ടോപ്പിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ.